നമസ്കാരം. 1 PM ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അമൃത പടിക്കാൽ. നോക്കാം വാർത്തകൾ വിശദമായി. വേദനയുടെ കാലം, വെടിക്കെട്ടില്ലാതെ പൂരം. ഫസ്റ്റ് ഓൺ 24 മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരം വെടിക്കെട്ടില്ലാതെ നടത്തും. കുടമാറ്റം 15 മിനിറ്റായി ചുരുക്കി. മേളവും ആനയും ഒഴിവാക്കാതെ ആചാരപരമായി പൂരം നടത്തുമെന്ന് ദേവസ്വങ്ങൾ അറിയിച്ചു. ആചാരപരമായി നടക്കേണ്ട എല്ലാ കാര്യങ്ങളും നടക്കും. വെടിക്കെട്ട് ഒഴിവാക്കും, കുടമാറ്റം സിംബോളിക്കാക്കും. അതുകൊണ്ട് നമ്മൾ അവരുടെ കൂടെ നിൽക്കണു. ഞങ്ങൾക്ക് ദുഃഖമല്ല, ഞങ്ങൾ കടിച്ചമർത്തി പൊതുജനങ്ങളുടെ വികാരത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒപ്പം നിൽക്കുന്നു. 24-ാം തീയതി വരെ ലൈറ്റ് കത്തില്ല. 25-ാം തീയതി 26-ാം തീയതി പൂര ദിവസമാണ് ലൈറ്റ് കത്തിക്കുള്ളൂ. ചമയം നമ്മൾ ഉണ്ടാക്കിയത് നമ്മുടെ കൗസ്തുഭം ഓഡിറ്റോറിയത്തിലാണ് നമ്മുടെ ചമയങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അത് അവിടെ ഇരിക്കുന്നുണ്ട്. നാളെ ഇല്ല. അതും ഒക്കെ 25-ാം തീയതി മുതൽ. വേറൊരു ചടങ്ങും 24-ാം തീയതിയിലോ ഒന്നുമില്ല. 25-ാം തീയതിക്ക് ശേഷം. തീർച്ചയായും അതാണ് അമൃത അവർക്ക് പറയാനുള്ളത്. തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷാണ് നമ്മോട് ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്. അവർ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയ തോതിലുള്ളൊരു നിർദ്ദേശം ആയി വന്നത്. കുറേ മനുഷ്യജീവനുകൾ അവിടെ മുണ്ടത്തിക്കോട് ഇപ്പോഴും കണ്ടെത്താൻ പോലും കഴിയാത്ത തരത്തിലേക്ക് പോയി. ദിവസങ്ങൾ മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ. സ്വാഭാവികമായി അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇങ്ങനെ വർണ്ണാഭമായി അല്ലെങ്കിൽ ആഘോഷപരമായി ഈ പൂരം നടത്തുന്നതിൽ അതിലൊരു അനൗചിത്യമുണ്ട്. അതൊരു മനുഷ്യത്വമില്ലായ്മ തന്നെയാണ് എന്ന നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ വന്നു. അങ്ങനെ ഒരു നിർദ്ദേശം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നു. എന്തായാലും കുടമാറ്റം 15 മിനിറ്റ് മാത്രമേ നടത്തുകയുള്ളൂ എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കൂടാതെ വെടിക്കെട്ടുണ്ടാകില്ല എന്നും തീരുമാനമായിട്ടുണ്ട്. അല്പസമയം മുൻപ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ തിരുവമ്പാടി ദേവസ്വം ബോർഡ് സെക്രട്ടറി ഗിരീഷ് നമ്മോടൊപ്പം സംസാരിച്ചു. കൂടാതെ പാറമേക്കാവ് ദേവസ്വം അവരാണ് ഇന്ന് രാവിലെ സാമ്പിൾ വെടിക്കെട്ട് മാത്രമേ ഒഴിവാക്കേണ്ടതുള്ളൂ, പൂരം വെടിക്കെട്ട് നടത്തണം, പകൽ വെടിക്കെട്ടും അതുപോലെ തന്നെ രാത്രി വെടിക്കെട്ടും നടത്തണമെന്നൊരു നിലപാടിൽ ഉറച്ചു നിന്നത് അവരാണ്. പക്ഷേ അവരും നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുന്നു. ദേവസ്വം മന്ത്രി VN വാസവനും അതുപോലെ തന്നെ മന്ത്രി K രാജനും അടക്കമുള്ള ആളുകൾ അവരുമായി സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരും പിന്നോട്ട് പോയിരിക്കുന്നു. ഈ പാറമേക്കാവിൻ്റെ വെടിക്കോപ്പുകൾ ഇപ്പോഴും അവിടെ തന്നെ മുതലമടയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇത് എവിടെ പൊട്ടിച്ചു തീർക്കണം അല്ലെങ്കിൽ എങ്ങനെ നശിപ്പിക്കണം എന്നതിനെക്കുറിച്ച് സർക്കാർ ഉത്തരവിറങ്ങിയതിന് ശേഷം മാത്രം നമുക്ക് പ്രതികരിക്കാമെന്നാണ് ദേവസ്വത്തിൻ്റെ പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ സെക്രട്ടറി രാജേഷ് അല്പസമയത്തെ മുൻപ് വ്യക്തമാക്കിയിട്ടുള്ളത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം ഈ യോഗത്തിൽ പങ്കെടുത്തു. അദ്ദേഹം ഈ നിലപാടിനെ പിന്തുണച്ചെന്നാണ് പറയുന്നത്. നേരത്തെ മന്ത്രി VN വാസവരോട് നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം മന്ത്രി K രാജനും പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ദേവസ്വം അധികൃതർ വിശദീകരിക്കട്ടെ, തങ്ങളത് വിശദീകരിക്കില്ല ഈ ഒരു ഘട്ടത്തിൽ. അതിന് പ്രധാനപ്പെട്ട കാരണം ഹൈക്കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്, അതുകൊണ്ട് തങ്ങൾക്ക് വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. എന്തായാലും അവരുടെ ഒരു സ്ട്രാറ്റജി ഫലം കണ്ടിരിക്കുന്നു. മനുഷ്യജീവനുകൾ ഒരു ഭാഗത്ത് പിടഞ്ഞ് അവസാനിക്കുമ്പോൾ എന്ന സമയത്ത് അത് തന്നെയാണ് ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ തൃശൂർ പൂരം ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴിത് ആചാരപരമായിട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. വെടിക്കെട്ടുണ്ടാകില്ല എന്നതുൾപ്പെടെയുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത്. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര അപകട സമയത്ത് പുരയിലുണ്ടായിരുന്നത് 37 പേരെന്ന് സ്ഥിരീകരിച്ചു പോലീസ്. ഇന്ന് നടത്തിയ സംയുക്ത പരിശോധനയിൽ കുട്ടംകുളത്ത് നിന്ന് നിരവധി ശരീരഭാഗങ്ങൾ കണ്ടെത്തി. അപകട സ്ഥലത്ത് കണ്ടെത്തിയ 300 കിലോയോളം സ്ഫോടക വസ്തുക്കൾ ഉടൻ നീക്കം ചെയ്ത് നിർവീര്യമാക്കും. 3 കടാവർ നായകളെയും സ്ഫോടക വസ്തുക്കൾ കണ്ടെത്താൻ പരിശീലനം ലഭിച്ച 2 നായകളെയും ഉപയോഗിച്ചായിരുന്നു ഇന്ന് ആദ്യഘട്ട പരിശോധന. തുടർന്ന് 200ഓളം പോലീസുകാരെ അണിനിരത്തി സ്ഫോടനമുണ്ടായ പ്രദേശത്തിന് ചുറ്റും അരിച്ചുപെറുക്കി. നിരവധി ശരീരഭാഗങ്ങൾ വിവിധയിടങ്ങളിൽ നിന്നായി കണ്ടെത്തി. 10 മൊബൈൽ ഫോൺ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. സംഭവ സമയത്ത് 37 പേർ ഉണ്ടായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇലക്ട്രോണിക് മൊബൈൽ ഫോണും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബോഡി പാർട്സ്, ചെറിയ ബോഡി പാർട്സ് കാഡാവർ ഡോഗ് ഇന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതും നമ്മൾ മാസലെടുത്തിട്ട് DNA പരിശോധനയ്ക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയ സ്ഫോടക വസ്തുക്കൾ ഇന്ന് തന്നെ നീക്കം ചെയ്യും. പ്രത്യേക പോലീസ് സംഘത്തിന്റെയും ജുഡീഷ്യൽ കമ്മീഷന്റെയും അന്വേഷണത്തിനായി അപകട മേഖല പൂർണ്ണമായും പോലീസ് നിയന്ത്രണത്തിലാക്കും. അപകട കാരണം കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് കമ്മീഷണർ അറിയിച്ചു. ദൃക്സാക്ഷിമൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. ഇവരുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. ചൂട് കാരണമല്ല അപകടമെന്നാണ് പെസോ അന്വേഷണത്തിന്റെ പ്രാഥമിക നിഗമനം. ഷോർട്ട് സർക്യൂട്ട് കാരണമായിട്ടുണ്ടോ എന്നറിയാൻ വൈദ്യുത പരിശോധനാ വിഭാഗത്തിന്റെ റിപ്പോർട്ട് വരും വരെ കാത്തിരിക്കണം. 24 തൃശൂർ.
തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര അപകടത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ 24നോട്. സംശയിക്കത്തക്കതായി എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയാറായിട്ടില്ല എന്നും DGP പറഞ്ഞു. അതിനിടെ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ വെടിമരുന്ന് സൂക്ഷിച്ചുവെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പാറമേക്കാവ് ദേവസ്വത്തിന്റെ വെടിക്കെട്ട് ലൈസൻസി ബിനോയ് ജേക്കബിനെതിരെ കേസെടുത്തു. പാറമേക്കാവിന്റെ പടക്ക നിർമ്മാണശാല പാലക്കാട് മുതലമട വെള്ളാരം കടവിലാണ്. മുണ്ടത്തിക്കോട് സ്ഫോടനമുണ്ടായ പശ്ചാത്തലത്തിൽ മുതലമടയിലും പരിശോധന നടത്തി ജില്ലാ ഭരണകൂടം സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. അളവിൽ കൂടുതൽ വെടിമരുന്ന് സൂക്ഷിച്ചതായും കണ്ടെത്തൽ. പാറമേക്കാവിന്റെ പടക്ക നിർമ്മാണശാലയുടെ ഉടമയും ലൈസൻസിയുമായ ബിനോയ് ജേക്കബിനെതിരെ പോലീസ് കേസെടുത്തു. വെള്ളാരം കടവിലെ പടക്ക നിർമ്മാണശാല പോലീസ് സീൽ ചെയ്തു. ഈ നടപടിക്കെതിരെ പാറമേക്കാവ് ദേവസ്വം രംഗത്തു വന്നു. ദേവസ്വം സെക്രട്ടറി G രാജേഷിന്റെ പ്രതികരണം ഇങ്ങനെ: ഞങ്ങളുടെ ലൈസൻസിനെ ഓവർ കൂടുതൽ സാമഗ്രികളുള്ള കാരണം അയാളുടെ ഗോഡൗൺ സീൽ ചെയ്യുകയും അയാളുടെ പേരിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് തീർത്തും തെറ്റായൊരു നടപടിയാണ്. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര അപകടത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ 24നോട്. തീർച്ചയായിട്ടും നമ്മൾ നോക്കണമാണ്, എത്ര കാര്യങ്ങൾ പരിശോധനകളാണ്. കാരണം എത്ര വൻ ഒരു സംഭവമാണിത്. തീർച്ചയായും നോക്കിയിട്ട് ആവശ്യമുള്ള ചെയ്യുന്നത്. മുണ്ടത്തിക്കോട് അപകടത്തിൽ പോലീസ് അന്വേഷണവും മജിസ്റ്റീരിയൽ അന്വേഷണവും പുരോഗമിക്കുകയാണ്. 24 തൃശൂർ. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര ദുരന്തത്തിൽ DNA പരിശോധന നടത്താൻ പോലും കഴിയാത്ത രീതിയിൽ ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറിയെന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ഹിതേഷ് ശങ്കർ. ഉള്ളുലഞ്ഞു പോകുന്ന ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ സർക്കാരിന് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുമെന്നും ഡോക്ടർ ഹിതേഷ് ശങ്കർ 24നോട് പറഞ്ഞു. അതേസമയം അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള 4 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടതിന്റെ നടുക്കം വിവരിക്കുകയാണ് ഫോറൻസിക് സർജൻ ഡോക്ടർ ഹിതേഷ് ശങ്കർ. വിവിധ ശരീരഭാഗങ്ങൾ ചിതറിക്കെടുക്കായിരുന്നു. ഈ ബ്ലാസ്റ്റിന്റെ ഇഫക്റ്റ് കാരണവും അതുപോലെ തന്നെ ബേൺസിന്റെ ഇഫക്റ്റും കാരണവും ചാറിങ് ആയിട്ട് ബോഡിയൊക്കെ കരിഞ്ഞ് അവശിഷ്ടങ്ങളായി മാറിയിരിക്കുന്നു. നമ്മളെയും കരളലിയിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനാണ് അവരുടെ സങ്കടം കാണുമ്പോഴും. പക്ഷെ നമുക്ക് സങ്കടത്തിനേക്കാളും കൂടുതൽ നമ്മൾ ഉത്തരവാദിത്തമാണ്. വികാരത്തിന് അടിമപ്പെട്ടാൽ നമ്മളെ വർക്ക് നടക്കില്ല. അപകടത്തിൽ 10 പേർ മരിച്ചെന്നാണ് ഔദ്യോഗിക സ്ഥിരീകരണം. ഇതിൽ 9 പേരുടെ മൃതദേഹമാണ് തിരിച്ചറിഞ്ഞത്. 60ഓളം ശരീരഭാഗങ്ങൾ കണ്ടെത്തിയതിൽ 28 ശരീരഭാഗങ്ങളാണ് DNA പരിശോധനയ്ക്ക് അയച്ചത്. 30ലേറെ ശരീരഭാഗങ്ങൾ DNA പരിശോധന ചെയ്യാൻ ബുദ്ധിമുട്ടാകുന്ന രീതിയിലാണ് കണ്ടെത്തിയത്. ദുരന്ത സ്ഥലത്തുണ്ടായിരുന്നു എന്ന് കരുതുന്ന 4 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. കാണാതായ മനക്കുടി സ്വദേശി വിഷ്ണുവിന്റെ DNA സാമ്പിളുകൾ നൽകി കാത്തിരിക്കുകയാണ് കുടുംബം. DNA ഒക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ DNA പറ്റില്ല എന്ന് പറഞ്ഞു, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം അമ്മേരെ ടെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി 3 ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് വരുള്ളൂ. അപകടത്തിൽ കാണാതായ തൃശൂർ കോട്ടപ്പുറം സ്വദേശി ഗിരീഷിന്റെ മാതാവിന്റെ മരണം കുടുംബത്തിന് വലിയ നോവായി. അസുഖബാധിതയെ ചികിത്സയിലായിരുന്ന ഗൗരിയാണ് മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ് 4 പേരാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിലുള്ളത്. തിരുവമ്പാടി വിഭാഗത്തിന്റെ ലൈസൻസി സതീഷ് വെന്റിലേറ്ററിലാണ്. പരിക്കേറ്റ 6 പേർ ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് വാർഡിലേക്ക് മാറ്റി. 24 തൃശൂർ. മറ്റു വാർത്തകളിലേക്ക്. കടുത്ത ചൂട് തുടരുന്നതിനിടെ സംസ്ഥാനത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ ഉഷ്ണതരംഗത്തിന് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പാലക്കാട് ചൂട് 41 ഡിഗ്രിക്ക് മുകളിലാണ്. കണ്ണൂരിൽ മില്ല് ജീവനക്കാരനും കോഴിക്കോട് അങ്കണവാടി ടീച്ചർക്കും സൂര്യാതപമേറ്റു. വേനൽ മഴയ്ക്ക് പിന്നാലെ വൈദ്യുതി ഉപഭോഗം കുറഞ്ഞതോടെ പവർ കട്ട് ഭീഷണി ഒഴിഞ്ഞു. സംസ്ഥാനത്ത് ഏപ്രിൽ ആദ്യവാരത്തോടെ ആരംഭിച്ച ചൂട് കൂടുകയാണ്. ഇതിന് പിന്നാലെയാണ് പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചത്. 3 ജില്ലകളിലും സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായുള്ള സൈറണുകൾ മുഴങ്ങും. 2024 ശേഷം ആദ്യമായാണ് സംസ്ഥാനത്ത് ഉഷ്ണതരംഗത്തിന്റെ മുന്നറിയിപ്പ് നൽകുന്നത്. അതിനിടെ കണ്ണൂർ മട്ടന്നൂരിൽ വയോധികന് സൂര്യതപമേറ്റു. നെടുവോട്ടും കുന്നിലെ ലക്ഷ്മി നിവാസിൽ മധുസൂദനാണ് സൂര്യതപമേറ്റത്. മരമില്ലിലെ ജീവനക്കാരനായിരുന്ന മധുസൂദന് കൈക്കാണ് പൊള്ളലേറ്റത്. കടുത്ത ഉഷ്ണം മാറ്റമില്ലാതെ തുടരുന്നതോടെ 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുകയാണ്. പാലക്കാട് ചൂട് 41.1 ഡിഗ്രി സെൽഷ്യസായി ഉയർന്നു. ഈ വർഷം രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന താപനിലയാണിത്. കൊല്ലത്ത് 39.8 ഡിഗ്രി സെൽഷ്യസും തൃശൂരിൽ 39.3 ഡിഗ്രി സെൽഷ്യസുമാണ് താപനില. സംസ്ഥാനത്ത് പല ജില്ലകളിലും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതലാണെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം കന്യാകുമാരി മുതൽ തെലങ്കാന വരെ ന്യൂനമർദ്ദപ്പാത്തി നിലനിൽക്കുന്നതിനാൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വേനൽ മഴ ലഭിച്ചതോടെ വൈദ്യുതി ഉപഭോഗത്തിൽ നേരിയ കുറവ് വന്നിട്ടുണ്ട്. 6000 മെഗാവാട്ടിന് താഴെയായി വൈദ്യുതി ഉപഭോഗം കുറഞ്ഞു.
ഇതോടെ തൽക്കാലം പവർ കട്ട് വേണ്ടി വരില്ലെന്ന വിലയിരുത്തലിലാണ് വൈദ്യുതി വകുപ്പ്. 24 തിരുവനന്തപുരം. ഡൽഹിയിൽ കഠിനമായ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇന്നും നാളെയും ഉയർന്ന താപനില 44 ഡിഗ്രിയിലേക്ക് എത്തുമെന്നാണ് ജാഗ്രതാ മുന്നറിയിപ്പ്. ചൂടിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിലെ സ്കൂളുകൾക്ക് പുതിയ മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു. ഉഷ്ണതരംഗത്തെ തുടർന്ന് ഈ മാസം 27 വരെ കർശന ജാഗ്രത പുലർത്താനാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. ചൂട് 41 മുതൽ 43 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തും. നാളെ ഉയർന്ന താപനില 44 ഡിഗ്രി സെൽഷ്യസ് കടക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. കടുത്ത ചൂടിനെ തുടർന്ന് സ്കൂളുകളോട് തുറന്ന സ്ഥലത്തെ അസംബ്ലി ഒഴിവാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കുട്ടികളെ ക്ലാസ് മുറികൾക്ക് പുറത്തേക്ക് ഇറക്കുന്നത് പരമാവധി ഒഴിവാക്കാനും ആവശ്യപ്പെട്ടു. ഓരോ മണിക്കൂറുകൾ ഇടവിട്ട് സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ വെള്ളം കുടിക്കാൻ ഓർമ്മപ്പെടുത്തി പ്രത്യേക ബെല്ലടിക്കും. ഇന്നലെ തന്നെ ചൂട് 44 ഡിഗ്രി എത്തിയ ബംഗാളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കർണാടകയും ചുട്ടുപൊള്ളുകയാണ്. 10 മണിക്കും 3 മണിക്കുമിടയിൽ ആളുകളോട് അനാവശ്യമായി പുറത്തിറങ്ങരുത് എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. 24 ഡൽഹി. സംസ്ഥാനത്ത് വീണ്ടും പാമ്പ് കടിയേറ്റ് മരണം. തിരുവനന്തപുരം ചിറയൻകീഴിൽ 8 വയസ്സുകാരൻ ദിക്ഷലിനാണ് ഇന്ന് ജീവൻ നഷ്ടമായത്. ഉറങ്ങുന്നതിനിടെയാണ് പുലർച്ചെ കുട്ടിക്ക് പാമ്പ് കടിയേറ്റത്. ദിക്ഷലിനെ ആദ്യം എത്തിച്ച ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് വേണ്ടത്ര ചികിത്സ ലഭ്യമായില്ല എന്ന് കുടുംബം പ്രതികരിച്ചു. തൃശൂരിൽ വീട്ടിൽ ഉറങ്ങാൻ കിടന്ന സഹോദരങ്ങൾക്ക് പാമ്പുകടിയേൽക്കുകയും 8 വയസ്സുകാരന് ജീവൻ നഷ്ടപ്പെട്ടതിന്റെ ഞെട്ടൽ മാറുന്നതിന് മുമ്പാണ് വീണ്ടും ഒരു ദാരുണാന്ത്യം. തിരുവനന്തപുരം ചിറയൻകീഴ് അരൂർ സ്വദേശികളായ ദിലീപ് അനു ദമ്പതികളുടെ മകൻ ദിക്ഷലിനാണ് വീട്ടിനുള്ളിൽ ഉറങ്ങിക്കിടക്കവേ പാമ്പുകടിയേറ്റ് ജീവൻ നഷ്ടമായത്. പുലർച്ചെ 2:30 സംഭവം. അടച്ചുറപ്പില്ലാത്ത വീടിനുള്ളിൽ മുത്തശ്ശിയോടൊപ്പമാണ് കുട്ടി ഉറങ്ങാൻ കിടന്നത്. ഇതിനിടെയാണ് ഉറക്കത്തിൽ നിന്ന് കുട്ടി ഞെട്ടിയെണീറ്റ് തന്റെ കാലിൽ എന്തോ കടിച്ചെന്ന് വീട്ടുകാരോട് പറഞ്ഞത്. ഉടൻ തന്നെ കുട്ടിയെ വീട്ടുകാർ സമീപത്തെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചു. പ്രാഥമിക ചികിത്സ നൽകി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഡോക്ടർ നിർദ്ദേശം നൽകി. ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെയാണ് കുട്ടി മരണത്തിന് കീഴടങ്ങിയത്. പിന്നീട് നാട്ടുകാർ നടത്തിയ പരിശോധനയിൽ വീട്ടിൽ നിന്ന് മൂർഖൻ പാമ്പിനെയും പിടികൂടി. അവിടെ നിന്ന് ഒരു നിസ്സാരമായിട്ടാണ് എടുത്ത്. ഞാൻ എൻ്റെ ഡൗട്ട് കൊണ്ട് ഞാൻ പൈതരുടെ കടിയേറ്റണൊക്കെ അങ്ങനെ സംഭവിക്കാറുള്ളതുകൊണ്ട് അങ്ങനെ ആവുമെന്ന് പറഞ്ഞു. ചിറയൻകീഴ് ആശുപത്രി എന്നാണോ? അവൻ പറയുന്നുണ്ട് എന്തോ വലിയ സാധനം കാലിൽ കയറി കടിച്ചു, കാല് നല്ല വേദനയുണ്ട്. അവിടെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കുഴപ്പമില്ല, സംസാരിക്കുന്നുണ്ടായിരുന്നു. പേടിച്ച സമയത്ത് ഛർദ്ദിക്കണമെന്ന് പറഞ്ഞു. ഛർദ്ദിക്കാനായിട്ട് മതിയപ്പോഴത്തേക്കും പിന്നീട് തൊണ്ടയിൽ എന്തോ കുടുങ്ങി. ആദ്യം കുട്ടിയെ എത്തിച്ച ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ മതിയായ ചികിത്സ ലഭ്യമായില്ലെന്നും ഇതിനിടെ കുട്ടിയുടെ കുടുംബം ആരോപിച്ചു. അതേസമയം കുട്ടിയുടെ കാലിൽ പാമ്പിന്റെ കടിയേറ്റതായി ഇൻക്വസ്റ്റ് നടപടികളിൽ കണ്ടെത്തി. മരിച്ച ദിക്ഷൽ ചിറയൻകീഴിലെ സ്വകാര്യ സ്കൂളിൽ 2ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. ജിബിൻ JB 24 തിരുവനന്തപുരം. വങ്കനാട്ടിലും തമിഴ്നാട്ടിലും ഇന്ന് വോട്ടെടുപ്പ്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1 മണി വരെ 40% കടന്ന് പോളിംഗ്. പൊതുവെ സമാധാനപരമായാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ 73.63% മറികടക്കുമെന്നാണ് ആദ്യ മണിക്കൂറുകളിലെ പോളിംഗ് സൂചിപ്പിക്കുന്നത്. മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മനീഷ്, ഇതുവരെയുള്ള സമയം വെച്ച് തന്നെ വലിയ പോളിംഗ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അക്രമ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? അക്രമ സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാര്യമായി തന്നെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ വലിയ തോതിലുള്ള പോളിംഗ് എന്തായാലും നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഔദ്യോഗിക കണക്ക് ഇനിയും വരേണ്ടതുണ്ട്. 1 മണിയോടുകൂടി 1 മണിക്ക് ശേഷമുള്ള കണക്കുകൾ എന്തായാലും വരേണ്ടതുണ്ട്. അത് ഒരു പക്ഷേ വലിയ തോതിലുള്ളൊരു മാറ്റം പോളിംഗ് പെർസെൻറ്റേജിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് വണ്ടൂർക്കോട്ടത്തെ 142, 143 ബൂത്തുകളിലാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയം ഉച്ച സമയമായതുകൊണ്ട് ആളുകൾ വളരെയധികം കുറവാണ് ബൂത്തുകളിൽ. അപ്പോൾ ആ ഒരു കുറയൽ എന്തായാലും ശതമാനത്തിൽ ഉണ്ടാവും. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണി മുതലൊക്കെ ആയിരിക്കും ആളുകൾ ഈ പറഞ്ഞ രീതിയിൽ ബൂത്തുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കാരണം അത്രയധികം ചൂടാണ്. അതുകൊണ്ട് തന്നെ പരമാവധി 7 മണി മുതൽ 9 മണി വരെയും അല്ലെങ്കിൽ ഒരു 11 മണി വരെയുള്ള സമയങ്ങളിൽ പരമാവധി ആളുകൾ വോട്ട് രേഖപ്പെടുത്തുക. ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ അതുപോലെ തന്നെ സിനിമാ താരങ്ങളൊക്കെ ആ ഒരു സമയം കൊണ്ട് തന്നെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാവിലത്തെ ഒരു പോളിംഗ് പെർസെൻറ്റേജ് ഇത്രയധികം ഉയരാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിക്ക് ശേഷമോ അല്ലെങ്കിൽ 2 മണിക്ക് ശേഷമോ ഒക്കെ വലിയ തോതിൽ പോളിംഗ് വരാനുള്ള ഒരു സാധ്യതയുമുണ്ട്. എന്തായാലും 2-3 കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന്
വിജയ് അയച്ചൊരു കത്താണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന് TV അധ്യക്ഷൻ വിജയ് അയച്ചൊരു കത്തുണ്ട്. അത് പലയിടങ്ങളിൽ നിന്നും ആളുകൾക്ക് ഇതുവരെയും ബൂത്തുകളിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് 2 മണിക്കൂർ കൂടി പോളിംഗ് നീട്ടണം എന്നുള്ളൊരു ആവശ്യം വിജയ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച കത്തിൽ പറയുന്നുണ്ട്. അത്തരത്തിൽ ചില കാര്യങ്ങൾ കൂടി എന്തായാലും നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തായാലും അക്കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല. പലയിടങ്ങളിലും വലിയ ക്യൂ രാവിലെ മുതൽ തന്നെ ഉണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ പക്ഷേ പോളിംഗ് സമയം കൂട്ടാനുള്ള ഒരു സാധ്യതയുമുണ്ട്. തമിഴ്നാട്ടിൽ എന്തായാലും പോളിംഗ് ശതമാനം വലിയ തോതിൽ ഉയരുമെന്ന് തന്നെയാണ് ആദ്യ ഘട്ടത്തിൽ. കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനം മറികടക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് മുന്നണികളെല്ലാം തന്നെ ഉള്ളത്. മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. പശ്ചിമ ബംഗാളിൽ 1ാം ഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ് തുടരുന്നു. ഉച്ചവരെ 50% പോളിംഗ്. മുർഷിദാബാദിലെ നേരിയ സംഘർഷം മാറ്റി നിർത്തിയാൽ കാര്യമായ അക്രമസംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാവിലെ 7 മണിയോടെ തന്നെ ഭൂരിഭാഗം പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിലും കാര്യമായ ക്യൂ ദൃശ്യമായിരുന്നു. പ്രമുഖർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. നന്ദിഗ്രാമിൽ പ്രതിപക്ഷ നേതാവും BJP സ്ഥാനാർത്ഥിയുമായ സുവേന്ദു അധികാരി 7:30 വോട്ട് രേഖപ്പെടുത്തി. മുർഷിദാബാദിൽ കോൺഗ്രസ് നേതാവ് അധുർ രഞ്ജൻ ചൗധരിയും വോട്ട് രേഖപ്പെടുത്തി. कलकत्ता फूड अच्छा है, पानी काम अच्छा, आदमी को अच्छा लगता है. केरला फूल अच्छा, कुल्ली का जास्ती रेट है. फूल मेहनत करके आया वोट देने के लिए. ओके, खूब मेहनत. മുർഷിദാബാദിൽ ചിലയിടങ്ങളിൽ ഉന്തും തള്ളുമുണ്ടായി. ഇന്നലെ രാത്രി ഈ മേഖലയിൽ അജ്ഞാതൻ പെട്രോൾ ബോംബ് എറിഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രത്യേക ജാഗ്രത പുലർത്തിയതാണ്. തൃണമൂൽ കോൺഗ്രസ് വിട്ട് രൂപീകരിച്ച AUP പാർട്ടിയുടെ നേതാവ് ഉമയൂൺ ഖബീറിനെ TMC പ്രവർത്തകർ ചില ബൂത്തുകളിൽ തടഞ്ഞത് സംഘർഷ സാഹചര്യമുണ്ടാക്കി. ഫിലിപ്പൈൻസ്, സ്വിറ്റ്സർലൻഡ്, ജോർജിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ തെരഞ്ഞെടുപ്പ് നേരിൽ കണ്ട് മനസ്സിലാക്കാൻ ചില ബൂത്തുകളിലേക്ക് എത്തി. ജാർഗ്രാമിൽ ഒരു പോളിംഗ് ബൂത്തിലേക്ക് ആന എത്തിയത് കുറച്ചു നേരത്തേക്ക് നേരിയ ആശങ്ക സൃഷ്ടിച്ചു. 16 ജില്ലകളായി 152 മണ്ഡലങ്ങളിലേക്കാണ് ജനം വിധിയെഴുതുന്നത്. 1478 സ്ഥാനാർത്ഥികൾ ആദ്യഘട്ടത്തിൽ മത്സരരംഗത്തുണ്ട്. 2407 കമ്പനി കേന്ദ്ര സേനയെ സുരക്ഷയൊരുക്കാൻ വിന്യസിച്ചിട്ടുണ്ട്. പൊടിപാറിയ പ്രചാരണത്തിന് ഒത്തവിധമുള്ള പോളിംഗ് ആണ് ബംഗാളിൽ ഇതുവരെ രേഖപ്പെടുത്തിയത്. നന്ദിഗ്രാമിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ പരാമർശത്തിൽ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെക്കെതിരായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസിൽ രാഷ്ട്രീയ പോര് മുറുകുന്നു. നോട്ടീസിൽ ഖർഗെയുടെ മറുപടി തൃപ്തമല്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് കടക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം. പ്രതിപക്ഷത്തിന്റെ പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവഗണിക്കുന്നു എന്നാണ് കോൺഗ്രസിന്റെ ആക്ഷേപം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ തീവ്രവാദി പരാമർശത്തിൽ വൈകുന്നേരം 5 മണിക്കുള്ളിൽ മറുപടി നൽകണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം. മറുപടി തൃപ്തികരമല്ലെങ്കിൽ ബംഗാളിലെ 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയെ വിലക്കിയേക്കും. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിസംബോധനയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വ്യാപക പരാതി ലഭിച്ചിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിപക്ഷ പാർട്ടികൾ കടുത്ത അതൃപ്തിയിലാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കുന്നുവെന്നാണ് പ്രതിപക്ഷ ആരോപണം. मुख्य तेरഞ്ഞെടുപ്പ് कमिश्नर ज्ञानेश कुमार രാജിവെക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. कि अगर कांग्रेस पार्टी कंप्लेन करती है भाजपा नेताओं के बारे में, बहुत सारे ऐसे काम हुए हैं इन 4-5 राज्यों के चुनावों के दौरान, अभी तक कोई कार्रवाई भाजपा नेता पे नहीं करी है, तो ये दिखलाता है कि कहीं ना कहीं पक्षपात रवैया है इलेक्शन कमीशन. നേരത്തെ പരാമർശത്തിൽ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തത വരുത്തിയിരുന്നു. താൻ പ്രധാനമന്ത്രിയെ തീവ്രവാദി എന്ന് വിളിച്ചിട്ടില്ലെന്നും ജനങ്ങളെയും രാഷ്ട്രീയ പാർട്ടികളെയും ഭയപ്പെടുത്തുന്നുവെന്ന് മാത്രമാണ് ഉദ്ദേശിച്ചതെന്നാണ് ഖാർഗെയുടെ വാദം. 24 ഡൽഹി.